സോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സോ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എന്താ പറയുക സൈറ്റ് വിസിറ്റ് ഇനിഷ്യേറ്റ് ചെയ്തു. സൈറ്റ് വിസിറ്റിന് ശേഷമുള്ള ഒരു ഇനിഷ്യൽ പ്ലാൻ കിട്ടി. അതിനുശേഷം അതെല്ലാം നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു പ്ലാനിലേക്ക് പോയി. നമ്മുടെ റിക്വയർമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ഈ ടൈമിലൊക്കെ മോസ്റ്റ്ലി ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു, നമ്മൾ നോർമലി അബ്രോഡ് ആയിരുന്നു. സോ ഒരു എന്താ പറയുക വിതിൻ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അവർ ഒരു ഫസ്റ്റ് ലൈൻ പ്ലാനുമായിട്ട് വന്നിരുന്നു. അപ്പം നമ്മൾ ഒരു സൂം മീറ്റിങ്ങിലൂടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരു കപ്പിൾ ഓഫ് റിവ്യൂസിന് ശേഷം നമ്മൾ ഒരു ഫൈനൽ പ്ലാൻ ലോക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഫൈനൽ പ്ലാൻ ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു മോഡലിംഗിലേക്ക് ആണ് നെക്സ്റ്റ് പോയിരുന്നത്. നമ്മുടെ ഒരു കപ്പിൾ ഓഫ് 2-3 കൺസെപ്റ്റ് മോഡലിംഗ് നമ്മൾ പ്ലാനിങ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റെഫറൻസിൽ നമ്മൾ ഫൈനലി ഒരു മോഡലിലേക്ക് വന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ ചെറിയ കപ്പിൾ ഓഫ് ചെറിയ എന്താ പറയുക മൈനർ മോഡിഫിക്കേഷൻസ് അതിൻ്റെ റെഫറൻസിൽ മോഡലും നമ്മൾ ഫൈനലി ലോക്ക് ചെയ്തു. അതായിരുന്നു ഇനിഷ്യൽ ഡിസൈൻ പാർട്ട്. നെക്സ്റ്റ് നമ്മൾ ആഫ്റ്റർ ഡിസൈൻ പാർട്ട് നമ്മളൊരു കപ്പിൾ ഓഫ് കൊമേഴ്ഷ്യൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാം നമ്മൾ ഫൈനലി ഒരു കോൺട്രാക്റ്റിലേക്ക് വന്നു. നമ്മൾ ഫൈനൽ എമൗണ്ട്സ് ലോക്ക് ചെയ്തു. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ നമുക്ക് മെയിൻലി ഒരു കൺസേൺ നമ്മൾ ഇവിടെ അവൈലബിൾ അല്ല. അപ്പം അതിൻ്റെ റെഫറൻസിൽ എങ്ങനെയാണ് ഡെയിലി വർക്ക് സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയാണ് നടക്കുക, നമുക്ക് എങ്ങനെ ഇത് ലൈവായിട്ട് കാണാൻ പറ്റും, അങ്ങനെയുള്ള കൺസേണൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫീഡ്ബാക്കും അതിൻ്റെ നമുക്ക് കുറേ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. മീൻസ് സൈറ്റിൽ തന്നെ അവരൊരു ലൈവ് ക്യാമറ വിത്ത് റിമോട്ട് ആക്സസ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നിരുന്നു. അതുകൊണ്ട് നമുക്ക് എബ്രോഡിൽ നിന്ന് ഏത് ടൈം വേണമെങ്കിലും നമ്മുടെ സൈറ്റ് കാണുന്നതിനും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നതെന്നുള്ളതിന് നമുക്ക് അത്ര കൺസേൺ ഉണ്ടായിരുന്നു. നമുക്ക് കാണാമായിരുന്നു, ലൈവായിട്ട് കാണാമായിരുന്നു. അതൊരു പോയിന്റാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് വർക്ക്സ് നടക്കുമ്പം ഡെയിലി വർക്ക് ഷെഡ്യൂൾസ് മീറ്റിംഗ്സ് അവർ ഓൺലൈനിൽ തന്നെ ഒരു മീറ്റിംഗ്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് നമുക്കൊരു ക്ലയൻറ്റ് ആൻഡ് കോൺട്രാക്ടർ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അപ്ഡേറ്റ്സിനകത്ത് ഇൻക്ലൂഡിങ് ഡെയിലി ആക്ടിവിറ്റീസ്, ഫോട്ടോസ്, നെക്സ്റ്റ് ഡേ സ്കെഡ്യൂൾസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു മീൻസ് വാട്ട് ഈസ് ഗോയിങ് ടു ബി നെക്സ്റ്റ്.